ദീപം വായനശാലയ്ക്കാണ് കൊടുക്കുന്നത്. പത്രദീപം വായനശാലയുടെ ഭാരവാഹികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും ഈ യോഗത്തിലേക്ക് ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പത്രദീപം വായനശാലയ്ക്ക് അവാർഡ് ഉപകാരം നൽകുന്നത്, അതുപോലെ ബാലരി സ്കൂളിലെ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട്. അതും വിതരണം കൊടുക്കുന്നത് നമ്മുടെ പ്രൊഫസർ ബാലഗോപാൽ മാഷാണ്. ബാലഗോപാൽ മാഷ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രധാന പ്രവർത്തകരാണ്. സാറിനെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധങ്ങളായ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരും മറ്റ് പരിഷത്തിന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും മാനന്തവാടി മേഖലാ കമ്മിറ്റി അംഗങ്ങളും കുട്ടികളും അല്ലാത്തവരുമായ എല്ലാവരും ഈ വേദിയിലുണ്ട്. എല്ലാവരെയും ഞാൻ ഒറ്റവാക്കി ഈ യോഗത്തിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ യോഗ പരിപാടി നിയന്ത്രിക്കുന്നതിനെ സിംഗിൾ മാഷോട് ഔപചാരിക പരിപാടികളിൽ കിടക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട കുട്ടികൾ നമ്മുടെ മുമ്പിലുണ്ട്. അവർ ബാവലി ഗവൺമെൻറ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. സന്തോഷ് മാസ്റ്ററുടെ അനുസ്മരണത്തിൻ്റെ ഭാഗമായി പ്രിയപത്നി യമുന ടീച്ചർ ഏർപ്പെടുത്തുന്ന, അവരുടെ കുടുംബം ഏർപ്പെടുത്തുന്ന ക്യാഷ് അവാർഡുണ്ട് അവർക്ക്. അത് നൽകുന്ന ചടങ്ങ് ആദ്യം നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഇവിടെ നടത്തുകയാണ്. അത് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ബാലഗോപാൽ സാറേയും അതുപോലെ തന്നെ യമുന ടീച്ചറേയും യോജിച്ച് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മികച്ച വിദ്യാർത്ഥിക്കുള്ള ക്യാഷ് അവാർഡ് സനൂപ് GUPS ബാവലിയാണ്. സനൂപിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മറ്റൊരു വിദ്യാർത്ഥിനിക്കുള്ള മികച്ച വിദ്യാർത്ഥിനിക്കുള്ള അവാർഡ് കൂടി നൽകുന്നു. കീർത്തന GUPS ബാവലിയാണ്. കീർത്തനയെ അവാർഡ് വാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ പരിപാടി വി സന്തോഷ് മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് പരിഷത്തിന്റെ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ VP ബാലചന്ദ്രൻ അവർകളാണ്. വളരെ സ്നേഹപൂർവ്വം ബാലചന്ദ്രൻ മാസ്റ്ററെ ഈ അനുസ്മരണ പ്രഭാഷണം നടത്താൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. 10-20 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു പൊതുപരിപാടി പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ ഗ്യാപ്പ് ഒരുപക്ഷെ ഈ സംസ്ഥാനത്തിലൊക്കെ ചിലപ്പോൾ അത് ബാധിച്ചേക്കാം. അതുകൊണ്ട് ആദ്യം തന്നെ ഒരു ജാമ്യം പ്രിയപ്പെട്ട സന്തോഷ് സാറിന്റെ 3ാമത് ചരമ വാർഷിക ദിനമാണ് ഇന്ന് ഇവിടെ നമുക്ക് ആചരിക്കുന്നത്. സന്തോഷം എന്ന പേര് കേൾക്കുന്നത് തന്നെ നമുക്കറിയാം, ഒരു തവണ അദ്ദേഹത്തെ പരിചയപ്പെട്ട എല്ലാവരുടെയും മനസ്സിൽ സന്തോഷം ഉത്പാദിപ്പിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. വാസ്തവത്തിൽ നമുക്കറിയാം, ഒരാളുടെ ജീവിതം അല്ലെങ്കിൽ ഒരാളുടെ ജീവിത മൂല്യം നിർണ്ണയിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം അല്ലെങ്കിൽ മരണാനന്തരം മറ്റു മനുഷ്യർ അയാളെ എങ്ങനെ ഓർക്കുന്നു എന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. മൗനം ശബ്ദത്തെ എന്ന പോലെ മരണം ജീവിതത്തെ തന്നെയാണ് അടയാളപ്പെടുന്നത്. മരണത്തെ കുറിച്ച് തന്നെ പറയപ്പെടുന്നത് നമ്മുടെയൊക്കെ സാമാന്യ ബോധത്തിനും ഭാവനയ്ക്കും ഒന്നും പിടിതരാത്ത അനിവാര്യതയുടെ ഈ ദുരൂഹ രാശികളാണ് യഥാർത്ഥത്തിൽ മരണം പ്രദാനം ചെയ്യുന്നത്. അത് പലപ്പോഴും പലതിനെയും നമ്മൾ പല രീതിയിൽ വ്യാഖ്യാനിക്കും. ഉദാഹരണത്തിന് ചില അവസരങ്ങളിൽ രക്തസാക്ഷിത്വത്തെ അല്ലെങ്കിൽ രക്തസാക്ഷിത്വ മരണത്തെ നമ്മൾ വാഴ്ത്തിപ്പാണ്. ചിലതിനെ നമ്മൾ ആത്മഹത്യ എന്ന് പറഞ്ഞ് അയിത്തം.
ചിലത് നമ്മൾ അകാല മൃത്യുവിനെ ഓർത്ത് ചിലപ്പോൾ നമ്മൾ ഞെട്ടും. വൃദ്ധ യുവകളെ നമ്മൾ സ്വാഭാവികമെന്ന പേരിൽ അവഗണിക്കുകയും ചെയ്യും. എന്നാൽ ചില ആളുകളുടെ മരണം ഒരു അർദ്ധവിരാമം മാത്രമാണ്, അത് ശാശ്വതമായ വിരാമമാണ്. യഥാർത്ഥത്തിൽ സന്തോഷ് മാഷിന്റെ യോഗത്തെ ഒരു അർദ്ധവിരാമമായി മാത്രം കാണാനാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ കൂടിയ ആളുകളും ഇതിനോട് യോജിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ രീതിയിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില കാര്യങ്ങളെ പറ്റി സൂചിപ്പിക്കുകയാണെങ്കിൽ 1987 തലശ്ശേരിയിൽ നിന്ന് അദ്ദേഹം വയനാട്ടിലെ ഈ മാനന്തവാടിയിൽ എത്തിച്ചേർന്നു. തലശ്ശേരിയിലെ ഗോപാൽപേട്ടയിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യ യൗവന കാലങ്ങളിൽ അധികവും അദ്ദേഹം ചെലവഴിച്ചത്. ഇവിടെ അദ്ദേഹം എത്തിയത് അധ്യാപകനായിട്ടാണ്. അദ്ദേഹം ഇവിടെ എത്തുന്ന അവസരത്തിൽ ഒരുപക്ഷെ ഈ നേരത്തെ നമ്മൾ സെമിനാർ